ദൈവം തന്നെ തന്നെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന നാമങ്ങളാണ്. അതായത് ദൈവം എങ്ങനെയുള്ള ദൈവമാണ്, എന്താണ് എൻ്റെ രീതി, എന്താണ് ദൈവം മനുഷ്യനെ പറ്റി ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെയാണ് യഹോവ നാമം കൂടെ വെളിപ്പെടുത്തുന്നത്. ആദ്യത്തെ യഹോവ നാമമാണ് യഹോവ ഈരെ, നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം. മനുഷ്യൻ്റെ ഏറ്റവും ആത്യന്തികമായ ആവശ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപം മാറിക്കിട്ടുക എന്നുള്ളതാണ്. അതാണ് ഒരു യാഗത്തോടുള്ള ബന്ധത്തിൽ കാണിച്ചത്. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ പാപത്തെ നീക്കുന്നവനാണ് എന്നാണ് അതിനർത്ഥം. രണ്ടാമത് യഹോവ ഈരെ, അതായത് ആ പുറപ്പാട് പുസ്തകം 15:26 കാണുന്നത്. അവിടെ മാറായിൽ ജനം എത്തിയപ്പോൾ വെള്ളം കുടിപ്പാൻ അവർ കഴിഞ്ഞില്ല, കയ്പുള്ളതായിരുന്നു. യഹോവ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു, അത് മോശ വെള്ളത്തിലിട്ടു, അത് അതിൻ്റെ കയ്പ് മാറി. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏത് കയ്പുള്ള അനുഭവങ്ങൾ വന്നാലും, രോഗം കയ്പുള്ള അനുഭവങ്ങളാണ്, ഏത് കയ്പുള്ള അനുഭവം വന്നാലും അതിനെ മാറ്റിക്കളയുവാൻ കാൽവറി ക്രൂശിന് കഴിയും എന്നുള്ളത് അവിടെ പറയുന്നത്. ദൈവമാണത് ചെയ്യുന്നത്, മനുഷ്യനെ കൊണ്ട് കഴിയാത്ത ദൈവം ചെയ്യും. അതുപോലെ തന്നെ മുമ്പോട്ട് വരുമ്പോൾ സംഖ്യാപുസ്തകം 21:9 ഇസ്രായേൽ മക്കൾ പാപം ചെയ്തതിന് ഫലമായി അവർ ശാപത്തിന് കീഴായപ്പോൾ അതിന്റെ ഫലമായി അഗ്നിസർപ്പങ്ങൾ അയക്കപ്പെട്ടു. ഒരു താമ്രസർപ്പത്തെ കൊടിമരത്തിൽ തൂക്കുവാൻ പറഞ്ഞു. ആ കടിയേറ്റ ആരും ആ കൊടിമരത്തെ നോക്കുമ്പോൾ അവന്റെ ശാപം മാറുന്നു, അവന്റെ മരണം മാറുന്നു. രണ്ടും അതിനകത്തുണ്ട്. അതുപോലെ തന്നെ കാൽവറിയിൽ നമ്മുടെ പാപം കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു, അങ്ങനെ ശാപം മാറുന്നു. താമ്രസർപ്പം ഉയർത്തപ്പെട്ടപ്പോൾ ഒന്നാമത് സംഭവിച്ചത് അവന്റെ ശാപം മാറുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടപ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ശാപം ഒരുപോലെ മാറി. എന്നാൽ അത് മാറിയത് ഏറ്റെടുക്കണമെങ്കിൽ അവനെ നോക്കണം. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ നോക്കി വിശ്വാസത ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ പാപക്ഷമയും നമുക്ക് കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ രോഗശാന്തിയും കിട്ടും. രണ്ടും യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ്യ വേലയിലുണ്ട്. അതാണ് ഈ രണ്ട് യഹോവ നാമങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്.